ഇന്ത്യയിൽ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ സംസ്ഥാനങ്ങളുടെ നീണ്ട നിരയാണ് കിടക്കുന്നത്. നമുക്കറിയാം അവർക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടുള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത്, വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകം മാത്രമാണ്. ആ കർണാടകത്തിൽ പോലും ബി ജെ പി അധികാരത്തിൽ വന്നെങ്കിൽ പോലും ബി ജെ പിക്ക് അവിടെ ഒരു സ്ട്രോങ് ബേസ് ഉണ്ട്, അല്ലെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാക്കന്മാരെ ഒന്നും സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും കർണാടകത്തിൽ പോലും അതൊരു പ്രാദേശിക പാർട്ടിയുടെയൊക്കെ നിലവാരത്തിലാണ് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഒരു ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇത്തവണ തീർച്ചയായിട്ടും ബി ജെ പി ഒരു 2 ഡിജിറ്റിലേക്ക് പെർസെൻറ്റേജ് ഓഫ് വോട്ടുകൾ എത്തും. അതായത് ഒരു 10% കൂടുതൽ വോട്ട് ഷെയറിലേക്ക് തീർച്ചയായിട്ടും ബി ജെ പി എത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ബി ജെ പി ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വളരെ നന്നായി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഗംഭീരമായി പണിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കേരളത്തിലേക്ക് വരുമ്പോഴും നമുക്കറിയാം ഒരു സ്റ്റഡി ആൻഡ് സ്ലോ ഗ്രോത്ത് ആണ് ബി ജെ പിയുടെ കാര്യത്തിൽ ഉണ്ടാവുന്നത്. ബി ജെ പി ഒരു നമുക്ക് പല മണ്ഡലങ്ങളും എടുത്തു വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും പ്രമുഖമായി ബി ജെ പി കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 6% വോട്ടാണ്, അതായത് 5.89% വോട്ടാണ് അവർക്ക് കിട്ടിയത്. ആ കിട്ടിയിട്ടുള്ള വോട്ട് ഏതാണ്ട് 50,000-അടുത്തായിരുന്നുവെങ്കിൽ, തൊട്ടടുത്ത തവണ 2009 ആ വോട്ടായിരുന്നുവെങ്കിൽ 2014 വരുമ്പോൾ കെ പി ശ്രീശൻ മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ വോട്ട് അങ്ങനെ തന്നെ ഡബിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 11% അപ്പുറത്തേക്ക് വോട്ടെത്തി 1,00,000-ലധികം വോട്ടിലേക്ക് എന്ത് ചെയ്തു, അവരെത്തിയിരുന്നു. ഇതിനുശേഷം നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്ന് തൃശ്ശൂർ മത്സരിക്കാൻ തീരുമാനിച്ചു. അത് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ മത്സരിക്കാൻ തീരുമാനിക്കുകയും സുരേഷ് ഗോപി ഒന്ന് മത്സരിക്കുകയും ചെയ്തപ്പോൾ തൃശ്ശൂരിൽ 11% ഉണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് ഷെയർ ഒറ്റടിക്ക് തന്നെ ജമ്പ് ചെയ്ത് 28.5%-ലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ 17%-ലധികം വളർച്ച, അഭൂതപൂർവമായ ഒരു വളർച്ച ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ പക്ഷെ അങ്ങനെ വളർച്ച ഉണ്ടാക്കിയ മറ്റു ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ആ മണ്ഡലങ്ങളിലൊന്നാണ് നമുക്കറിയാം പത്തനംതിട്ട എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ അഭൂതപൂർവമായ വളർച്ച ഉണ്ടാക്കിയെങ്കിൽ പോലും ഈ തൃശ്ശൂരിനെ കുറിച്ചും തിരുവനന്തപുരത്തെ കുറിച്ചുമൊക്കെ, തൃശ്ശൂരിനെ കുറിച്ച് കുറെ കൂടി ഡീപ്പായി സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ, ഇലക്ഷനെ വേണ്ടി തന്നെ. അങ്ങനെ പഠനം നടത്തിയപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ബി ജെ പിക്ക് ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്ന് എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോഴും തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരത്തെ അവർ മാറ്റിവെച്ചുകൊണ്ട് അവർ തൃശ്ശൂർ ജയിക്കാമെന്ന് വിചാരിക്കുന്നത് തന്നെ അവരുടെ തെറ്റായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു റീഡിംഗ് ആണ് എന്ന് ഞാൻ പല ബി ജെ പി നേതാക്കളോടും അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇത് പറയാനുള്ളൊരു കാരണം, വളരെ ഓർഗാനിക്കായി കൃത്യമായ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും ഒ രാജഗോപാൽ മത്സരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 10,000-ൽ താഴെ വോട്ടിന് മാത്രം 2ാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുകയും ചെയ്തിട്ടുള്ളൊരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ പലപ്പോഴും ശശി തരൂർ എന്ന് പറയുന്ന ഒരു വിശ്വപൗരൻ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉള്ള ഒരാൾ മത്സരിക്കുന്നതുകൊണ്ടാണ് ബി ജെ പിക്ക് ആ സീറ്റ് പിടിക്കാൻ പറ്റാത്തത്. തുടർച്ചയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നമുക്കറിയാം 2ാം സ്ഥാനത്ത് എത്തുന്നത് ബി ജെ പി ആണ്. അപ്പോൾ ശശി തരൂർ അവിടെ നിന്ന് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്നുള്ള കാര്യത്തിൽ ആർക്ക് തർക്കമില്ല. പക്ഷേ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് തൃശ്ശൂരാണ് തിരുവനന്തപുരത്തേക്കാൾ കിട്ടാൻ സാധ്യത എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും തൃശ്ശൂരിനെ കുറിച്ച് വളരെ കൃത്യമായി പഠനം നടത്തിയ ഒരാൾ എന്നുള്ളതൊക്കെ ഞാൻ പറയാം, വളരെ പുറമേ നിന്നുള്ള ആളുകൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഹൈപ്പ്, അല്ലെങ്കിൽ ബി ജെ പിക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നു, സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുന്ന പ്രചണ്ഡമായ പ്രചാരണമൊക്കെ നടത്താൻ കഴിയുന്നു. ഇതിൻ്റെ കാരണം, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ഏതാണ്ട് 31% വോട്ട് വന്നതാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ബി ജെ പി സുരേഷ് ഗോപിയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 4,000 വോട്ടിനാണ് സുരേഷ് ഗോപിക്ക് ജയം നഷ്ടപ്പെട്ടത്. പക്ഷെ ഒരു പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കാലാകാലങ്ങളായി ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. പക്ഷെ എങ്കിൽ പോലും അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം TN പ്രതാപൻ അടക്കമുള്ള കോൺഗ്രസിന്റെ ആളുകളാണ് കഴിഞ്ഞ 2 തവണ അവിടെ ജയിച്ചിട്ടുള്ളത്. ആ TN പ്രതാപൻ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ള പോലും 90,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തൊട്ടടുത്തായിട്ടുള്ള CPIയുടെ സ്ഥാനാർത്ഥിയേക്കാൾ ജയിച്ചത്. നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപിക്ക് ഏതാണ്ട് 1,30,000 വോട്ടിന്റെ വ്യത്യാസമാണ് ഈ TN പ്രതാപന്റെ വോട്ടുമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ബി ജെ പിയും ഇത്തവണ മറികടക്കണമെങ്കിൽ തൃശ്ശൂരിൽ ഏതാണ്ട് 12%-ലധികം വരുന്ന വോട്ടുകളുടെ വർധനം, അതായത് ഇപ്പോൾ 28% ഉണ്ട്, ഒരു 40%-ലേക്ക് എത്തിയാൽ മാത്രമേ, അതായത് 1,25,000 വോട്ടിലേക്ക് കൂടുതൽ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ. പക്ഷേ ബി ജെ പി കഴിഞ്ഞ തവണ 2019 തന്നെ കിട്ടിയത് അവിടുത്തെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു വോട്ടാണ്. കാരണം
ശബരിമല പോലൊരു വിഷയം കത്തി നിൽക്കുമ്പോൾ ആ കത്തി നിൽക്കുന്നതിന് വളരെ ഫലപ്രദമായി BJP-യിലേക്ക് കുറെ കൂടി വോട്ട് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടി ബലത്തിലാണ് സുരേഷ് ഗോപി പിടിച്ചിട്ടുള്ള വ്യക്തിപരമായ വോട്ടുകളുടെയും കൂടി ബലത്തിലാണ് തീർച്ചയായിട്ടും അവിടെ തൃശ്ശൂരിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത്തവണ മറ്റു പലരും പറയുന്നത് പോലെ BJP തൃശ്ശൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, പോരാട്ടം സുനിൽകുമാറും സുരേഷ് ഗോപിയാണ് എന്നുള്ളതൊക്കെ പെയ്ഡ് ന്യൂസുകളാണ്, അല്ലെങ്കിൽ ആളുകൾ പരത്തുന്ന പല വാചകങ്ങളാണ് എന്ന് ഞാൻ പറയും. സത്യത്തിൽ ഇത്തവണയും സുരേഷ് ഗോപി തീർച്ചയായും മൂന്നാമത് തന്നെയാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇത്തവണ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പിടിച്ചിട്ടുള്ള വോട്ട് പോലും പിടിക്കാൻ ബുദ്ധിമുട്ടുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനിയിപ്പോൾ അതിനേക്കാൾ വളരെ ചെറിയ തോതിൽ നാമമാത്രമായിട്ടുള്ള വർധനവുണ്ടായാൽ പോലും സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം കഴിഞ്ഞ 2 തവണയും അവിടെ CPIയുടെ സ്ഥാനാർത്ഥികളാണെന്ന് നിന്ന് ആ CPIയുടെ സ്ഥാനാർത്ഥികൾ അത്രത്തോളം ക്രെഡിബിൾ ആയിട്ടുള്ള വലിയ തോതിൽ വലിയ ആളുകൾക്ക് വിശ്വാസ്യതയുള്ള അല്ലെങ്കിൽ ആളുകളുടെ ഇമേജുള്ള സ്ഥാനാർത്ഥികളായിരുന്നില്ല. പക്ഷേ ഇത്തവണ അവിടെ മത്സരിക്കുന്നത് സുനിൽകുമാറാണ്. സുനിൽകുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട് പോയി കണ്ടാൽ നമുക്കൊക്കെ വലിയ സങ്കടം തോന്നും. കാരണം പലതവണ MP-യും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ഒരാൾ, MLA-യും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ഏതാണ്ട് ഒരു 5, 8, 10, 20 കസേരകളാണ് ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത്. ആ കസേര തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തെ CPI ഓഫീസിൽ നിന്ന് പഴയ കസേരകൾ അദ്ദേഹം എടുത്തുകൊണ്ട് പോകുന്നതാണ് ഫ്രീ ആയിട്ടെന്നാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകൾ ക്ലാസ് എടുക്കുന്നതൊക്കെ. വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അവരെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു സുനിയേട്ടനാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴും തൃശ്ശൂർ കോൺഗ്രസിന് തന്നെയാണ്. പക്ഷേ സെക്കൻഡ് എത്താനുള്ള സാധ്യത ശരിക്കും ഈ സുനിൽകുമാറിനാണ്, VS സുനിൽകുമാറിനാണ്. മൂന്നാമത് മാത്രമേ അവിടെ പ്രിയങ്കരനായ സുരേഷ് ഗോപിക്ക് എത്താൻ കഴിയൂ. അവിടെ BJP വളർച്ച നേടില്ല എന്നോ അല്ലെങ്കിൽ BJPക്ക് സാധ്യമാകുന്ന അവർ ഏറ്റവും നന്നായി ഫൈറ്റ് ചെയ്യുന്ന ഒരു സീറ്റാണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമില്ല. പക്ഷേ ആളുകളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ മിസ്ഗൈഡ് ചെയ്യുന്ന പെയ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയിട്ടുള്ള പല താല്പര്യങ്ങൾ കൊണ്ടുള്ള ഒരു പ്രമോഷൻ അകാരണമായി തൃശ്ശൂരിൽ BJPക്ക് കിട്ടുന്നു എന്ന തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സത്യം വിളിച്ചു പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പുള്ള 2021 മുതൽ ഇതുവരെയുള്ള 5-ലധികം വരുന്ന തെരഞ്ഞെടുപ്പുകൾ, കർണാടകയും ഉത്തർപ്രദേശിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷനുമടക്കം നിരവധി തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ റീഡിംഗ് കൃത്യമായി ഇതാണ്. കാരണം ഞാൻ തൃശ്ശൂരിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഡീപ്പും ഡീറ്റെയിൽഡുമായി ആഴത്തിലും വളരെ വിശദവുമായും തൃശ്ശൂരിനെ കുറിച്ച് പഠിച്ച ഒരാളെന്നുള്ളതിൽ ഇത്തവണ BJPയുടെ ഈ മോഹങ്ങൾക്ക് അവിടെ കനത്ത തിരിച്ചടിയേൽക്കും. കാരണം മണിപ്പൂർ അവിടെ ഒരു ഇഷ്യൂ ആണ്. അവിടുത്തെ ക്രിസ്ത്യൻ സഭ പുറത്തിറക്കുന്ന ഒരു പത്രം 1 ലക്ഷം പേര് വായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എല്ലാറ്റിലും വലിയ കുഴപ്പമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അടിത്തട്ടിലുള്ള ഒഴുക്കാണ്. മോളിലുള്ള പ്രചാരണങ്ങളിൽ നമുക്ക് ചിലപ്പോൾ കണ്ടാൽ തോന്നിയേക്കാം തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ BJP ജയിക്കുമെന്ന്. ഈ 2 സ്ഥലങ്ങളിലും BJP ജയിക്കാൻ സാധ്യതയില്ല, കോൺഗ്രസ് തന്നെയാണ് ജയിക്കാൻ സാധ്യത. പക്ഷേ തിരുവനന്തപുരത്ത് രണ്ടാമതെത്തുമെങ്കിൽ തൃശ്ശൂർ രണ്ടാമത് പോലും എത്തില്ല. BJPയുടെ സ്ഥാനം മൂന്നാമത് തന്നെയായിരിക്കും. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണ്. വ്യക്തിപരമായി യാതൊരു വിരോധമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടോ അല്ല, ജനങ്ങളോട് സത്യം പറയണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് BJPയുടെ അനുഭാവികൾ എന്നോട് ക്ഷമിക്കുക. തീർച്ചയായും തൃശ്ശൂരിൽ BJP 3-ാം സ്ഥാനത്താണ്.